പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളാണ്. 19 ദിവസം നമ്മൾ നോമ്പ് നോറ്റ് ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഭക്ഷണവും കഴിച്ച് ഒത്തിരി സന്തോഷിച്ച് ഒത്തിരി ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും നമ്മൾ ഒരുങ്ങുകയാണ്. എന്നാൽ സഭ ഈ ദിവസങ്ങളെയൊക്കെ വളരെ വിശുദ്ധിയോടുകൂടി ഹേവറോ ദിനങ്ങളെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? റോമാലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം, കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് സഭ നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ നമ്മുടെ ഓരോ ആഘോഷങ്ങളും മദ്യത്തിനോ ഭക്ഷണത്തിനോ ആയിട്ട് അധപതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യം എന്നാൽ നമ്മൾ തീറ്റയും കുടിയുമല്ല, പകരം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 50 ദിവസം നോമ്പ് നോറ്റ് പരിത്യാഗമെടുത്ത് കുരിശിനെക്കുറിച്ച് ധ്യാനിച്ച് രക്ഷയെക്കുറിച്ച് ധ്യാനിച്ച നമ്മൾ ഇനി കുരിശിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീറ്റയ്ക്കും കുടിക്കും ഭക്ഷണത്തിനും മാത്രമായിട്ട് നമ്മുടെ ഈ ദിവസം ചെലവഴിക്കാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാനും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാനും ദൈവം നമ്മളെ നടത്തട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.